ഇവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിയന്റെ കാർഡുണ്ടോ? കാർഡോ? KPTO CPTO? ഞാൻ അതിലൊന്നുമില്ല. പറഞ്ഞില്ലേ യൂണിയൻ മെമ്പർക്ക് ഇവിടെ ജോലിയുള്ളൂ. അതെന്താ സാർ, പുതുതായി വരുന്നവർക്ക് ഇവിടെ ജോലി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ന്യായമാ സാർ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, വെറുതെ നിൽക്കണ്ട. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പിന്നെന്തിനാ വെറുതെ KPTU CPTU നോക്കുന്നത്? അതൊന്നും എനിക്കറിയണ്ട. തനിക്ക് ഇവിടെ ജോലിയില്ല. താൻ ഏത് യൂണിയനാണെന്ന്? ആ തീപ്പെട്ടി ഞാൻ. താൻ KPTU CPTU? ഞാനൊരു യൂണിയനിലും ഇല്ല. എന്നാ തീപ്പെട്ടി ഇല്ല. നമസ്തേ. എന്താ, എന്ത് വേണം? ഇവിടുത്തെ പോർട്ടില് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കേട്ടു. തിരക്കിയപ്പം ഈ യൂണിയൻ ഓഫീസിൽ നിന്നാ അതിനുള്ള പാസ് കൊടുക്കുന്ന അറിഞ്ഞു. എനിക്കൊരു പാസ് തരണം. പാസ് ഇവിടത്തെ യൂണിയൻ അംഗങ്ങൾക്ക് കൊടുക്കും. ഞാനും അംഗമാവാ സാർ. പോർട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ചുരുങ്ങിയത് 19 രൂപ കൂലി കിട്ടുന്നതാ. അത് ചുമ്മാ വന്നങ്ങ് ചോദിച്ചാൽ തരാൻ പറ്റുമോ? പിന്നെ എന്ത് വേണം സാർ? ജോലി വേണമെങ്കിൽ താൻ ഒരു 5000 രൂപ കൊണ്ടുപോവാ. യൂണിയനിൽ അംഗമാവാൻ 5000 രൂപയോ? തനിക്ക് പോർട്ടിലെ ജോലിക്ക് പാസ് വേണോ? 5000 രൂപ തരണം. അപ്പം സാറ് കൈക്കൂലി ചോദിക്കുകയാണോ? രൂപയുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ താൻ പോ. ഇതെന്ത് ഇടപാടാ സാറേ? എവിടെയെങ്കിലും ജോലിക്ക് എന്ന യൂണിയന്റെ പാസ് വേണം. ഇവിടെ വരുമ്പോ കൈക്കൂലി ചോദിച്ചാലോ? അത് 5000 രൂപയും പറ്റും. ഇത്രയും രൂപ ഉണ്ടായിരുന്ന ഞാൻ ഇങ്ങോട്ട് തണ്ടാൻ പറഞ്ഞോ? മതി മതി, വാ വിടോ. താനിങ്ങോട്ട് ഇറങ്ങിക്കേ. ഇവിടെ കയ്യെന്ന് വിടോ. ഇറങ്ങിപ്പോ. ഞാൻ പൊയ്ക്കോളാം അല്ലേ? പിടിച്ച് തള്ളാൻ വരിക പെറുക്കികള്. വലിയ ആളുകളാണ് നേരം. എന്താ കാര്യം? പോർട്ട് ജോലിക്ക് വന്ന യൂണിയൻ ഓഫീസിൽ ചെല്ലേ. യൂണിയൻ ഓഫീസ് വന്നപ്പോഴോ ഒരു പാസിന് 5000 രൂപ വേണമെന്ന്. യൂണിയൻകാരൻ കൈക്കൂലി വായിക്കാ? ആരാ ചോദിച്ചത്? ആ സെക്രട്ടറി. തനിക്ക് തകർത്തൊന്ന് പറയാമോ? ഓ, ഞാൻ വരാം. എന്താ? കഴിഞ്ഞ 6 മാസമായില്ലേ ഇന്ന് വാ നാളെ വാന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളായിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്? കുടുംബത്തെ പട്ടിണിക്കിട്ട പച്ചവെള്ളം പോലും കുടിക്കാതെ ദിവസവും ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അതിന് ഞാനെന്ത് പിഴച്ചു? പോർട്ടുകാർ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് പണി തരാതെ അവരുടെ കാശ് വാങ്ങിച്ച് നിങ്ങൾ എത്ര കൊടുത്തു? ഇല്ലാത്ത കാര്യം പറയരുത്. ഞങ്ങൾ ആരോടും പൈസ വാങ്ങിയിട്ടില്ല. ഇവനോടൊരു പാസിന് 5000 രൂപ ചോദിച്ചില്ലേ? ആരാ ചോദിച്ചത്? സാറല്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചത്? എടാ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. കള്ളം പറയാൻ താനാ. ഒരു പാസിന് 5000 രൂപ വേണമെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഒരുപാട് മുറിഞ്ഞു? ഒന്നുമില്ല. ഞങ്ങള് കാരണം നീ ഒടി വാങ്ങിച്ചു. അതൊന്നും സാരമില്ല. ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇനി റോഡിൽ കിടക്കണം. എനിക്ക് 2 ഒരുപോലെ. രാമുന്റെ നാട് അങ്ങ് വടക്ക. പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ആരുമില്ല. അപ്പോ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അച്ഛനിവിടെ ഒരു
പെറ്റി കേസിന് ജാമ്യത്തിനൊരു വക്കീൽ വേണം. ഇവിടുത്തെ വക്കീൽ സാർ ബിസിയാ. അച്ഛൻ അപ്പുറത്തോട്ട് ചെന്നാട്ടെ, ഒഴിവുള്ളവരുണ്ടാവും. May I come in? I am Father Williams. ഞാൻ ജനാർദ്ദൻ. Please. Thank you. ഞാൻ പുല്ലാനത്തുനിന്നാണ്. അവിടുത്തെ ചിലരെ ഇന്നലെ ആർബറിനടുത്ത് വെച്ചൊരു അടിപിടി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ജാമ്യത്തിലിറക്കണം. പ്രതികൾ ഇപ്പോഴും ലോക്കപ്പിലാണ്. അതെ, കോടതിയിൽ നിന്നും ജാമ്യം എടുത്തുള്ളാനാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഈ അടിപിടിയിൽ വല്ല കത്തിക്കുത്തോ ജീവാവ അതൊന്നുമില്ല. എങ്കിൽ വിഷമമില്ല. ഫാദർ പ്രതികളുടെ പർട്ടിക്കുലേഴ്സ് തരും, നമുക്ക് ജാമ്യം എടുക്കാം. എന്താ അവരൊക്കെ വന്നറ? അമ്മേ, ചേട്ടനൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പച്ചാ, കേസിന്റെ അവധിക്ക് ഇയാളും വരേണ്ടി വരും. എവിടെ താമസിപ്പിക്കുക? ഞാൻ കൂടെ താമസിപ്പിച്ചോളാം. മോളെ. മോനെ, മോന് വല്ലതും പറ്റിയോ? അവരെ നിന്ന് ഉപദ്രവിച്ച? ഇല്ല ചേട്ടാ. വിടടായി, വെട്ടിക്കളഞ്ഞ കൈ. ആ, വേദനയുണ്ടല്ലേ? അനുഭവിച്ചു. നീ എന്തിനാടാ ഈ കടമുക്കോമാരെ കൂടെ തല്ലിന് പോയത്? എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ. മമ്മ ഒന്ന് വേഗം കെട്ടിക്കേ, ഞങ്ങൾക്ക് പോണം. ഇവനെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോണേ? എന്റെ വീട്ടിലേക്ക്. ഓ, നിന്റെ ഒരു വീട് വലിയ 2 നിലമാളികയല്ലേ? അവൻ ഇവിടെ എങ്ങാനും കിടന്നോട്ടെ. മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടുണ്ട്. എങ്ങോ കിടന്നിരുന്ന ചെറുക്കനെ നിങ്ങൾ കൊണ്ടുപോയി തല്ലു കൊള്ളിച്ചില്ലേ? ഇനി മഞ്ഞിലും തണുപ്പിലും കിടത്തണോ? ഡാ പീറ്ററെ, നീ നിന്റെ വീട്ടിൽ പോ. കുഞ്ഞുവിടെ. ഏയ് ഗുഡ് മോളെ. വെള്ളം പുറത്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വരാൻ. ആര് പറഞ്ഞു മോളെ? മേരി ആന്റി. ആന്റിക്ക് ഒന്ന് പറഞ്ഞുകൂടെ? ദേഷ്യ. എന്താ കാര്യം? അറിയില്ല. ആന്റി എവിടെ? അപ്പുറത്തുണ്ട്. മേരി ആന്റി ചേട്ടനോട് ദേഷ്യത്തില? അപ്പൊ വലിയ ദേഷ്യത്തില. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ. എന്റെ മുഖത്ത് നോക്കി പറയാം. പോയി കുളിച്ചിട്ട് വേട്ടാ. ഇല്ല, നീ എന്തിനാ പിണങ്ങിയെന്നറിയാതെ ഞാൻ പോകത്തില്ല. എന്നാ അവിടെ ഇരുന്നു. ഏയ് എന്ത് പറ്റിയടി? ഒന്നുമില്ല. പറയടി. പിന്നെന്താ അത്? ഇന്നലെ രാവിലെ ഇവിടുന്ന് പോയ ആളല്ലേ ഇപ്പൊ വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് അടിപിടിക്ക് പോലീസ് പിടിച്ചെന്നോ ജയിലിലായെന്നോ? ഈ വീട്ടിൽ ഒരു കുഞ്ഞും ഈ പെങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ചേട്ടൻ ഓർത്തോ? രാത്രി മുഴുവൻ ഈ കൊച്ചു അപ്പനെയും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പോട്ടെ, വൈകിട്ട് ഈ കരയിലെത്തിയ ആളല്ലേ, ഒന്ന് ഈ വീട് വരെ വന്നിട്ട് പോകാമായിരുന്നില്ലേ? നോക്ക്, ഞാൻ ചെയ്ത തെറ്റ് സമ്മതിച്ചു. ഇനി മേലെ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ വെറുതെ മൂളിയാ പോരാ. ഒന്ന് ചിരിച്ചേ. ചിപ്പൊടി.
നീ വന്നേ, പേര് പറഞ്ഞേ. മോളുടെ പേരെന്താ? നിന്റെ പേരെന്താ? ഞാനല്ലേ ആദ്യം ചോദിച്ചേ. നിന്റെ മൂക്കിയാൻ ചെത്തിക്കളയും. ചീത്തക്കുട്ടി, ഞാൻ നിന്റെ അപ്പനോട് പറയും. പറഞ്ഞോ, എനിക്കെന്താ? അടി കിട്ടും. അപ്പൻ എന്നെ അടിക്കത്തില്ലല്ലോ. എന്നാ ഞാൻ നിന്റെ അമ്മയോട് പറയും. എനിക്ക് അമ്മയില്ല. അമ്മ ചത്തുപോയി. അതാരാ? ആന്റി. ആന്റിയുടെ പേരെന്താ? മേരി ആന്റി. ദേ, ഇവൻ മേരി ആന്റിയുടെ പേര് ചോദിക്കുന്നു. ഈ മതിലാ ഞങ്ങളുടെ കര മുടിച്ചത്. ഇവിടെ കല്ലിട്ടെന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയല്ലേ ഈ ഭിത്തി? അല്ല സാർ, കരയിടിയാൻ ഇത് ഒഴുക്കുള്ള സ്ഥലമല്ല. പോർട്ടിന്റെ ഉറപ്പിന് വേണ്ടിയാണ് ഈ മതിലൂടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു തോണി ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഇവിടുന്ന് ഇറക്കാനോ പറ്റാത്ത നിലയിലായി. കാലാകാലം കടലിൽ മീൻ പിടിച്ചു കഴിഞ്ഞവരാ ഞങ്ങൾ. മറ്റൊരു തൊഴിലും ഞങ്ങൾക്ക് അറിയില്ല. വഴിമുട്ടിയപ്പോ തോണിയും വലയുള്ളവർ സ്ഥലം വിട്ടു. കാശിന് ഗതിയില്ലാത്ത ഞങ്ങൾ അവിടെ പോവാനാ? 100 ചില്ലാനും കുടുംബങ്ങളാ പട്ടിണിയിലായത്. മതില് കെട്ടുമ്പോ പോർട്ടിൽ ജോലി തരാമെന്ന് പോർട്ടുകാർ പറഞ്ഞതാ. എന്നിട്ടിപ്പോ യൂണിയൻകാര് പണം വാങ്ങി മറ്റുള്ളവരെയാ ജോലിക്ക് വിടുന്നത്. ഞങ്ങൾ അതേപറ്റി ചോദിച്ചതിനാ വഴക്കുണ്ടായി. ഈ ചകിരി പിരിച്ചു കൊടുത്താൽ തൂക്കത്തിന് കൂലി കിട്ടും. അക്കരെ ഒരു സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്നതാ. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്താൽ ഈ കരക്കാരോട് ആഹാരം കഴിക്കുന്നത്, ആണുങ്ങൾ ചുമ്മാതിരിക്കുക. ഇവരൊക്കെ ഞങ്ങളെ മക്കളാ, ഇവിടുത്തെ പുതിയ തലമുറ. പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. ഞങ്ങൾക്ക് പണിയില്ല, പിന്നെ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഒരു യൂണിയൻകാർക്കും ഞങ്ങളെ വേണ്ട. ജോലി വാങ്ങിത്തന്നാൽ ഞങ്ങളുടെ നിന്ന് കാശ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു യൂണിയൻ വേണം. ട്രേഡ് യൂണിയൻ ഇവിടെ തൊഴിലാളികൾക്കല്ലേ ഉള്ളൂ. ജോലിയില്ലാത്തവർക്ക് എന്തുകൊണ്ടൊരു യൂണിയൻ ഉണ്ടാക്കിക്കൂടാ? ഇവിടെ പട്ടിണി കിടക്കുന്ന 100 ചില്ലാനും കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം. ഞാനോ? യൂണിയൻ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. അതിനിവിടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ കാര്യം പറയാൻ അവരെ കിട്ടില്ല സാർ. ഞങ്ങളുടെ കഷ്ടസ്ഥിതി സാറ് കണ്ടല്ലോ. കാര്യം പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പുള്ളവരാരുമില്ല. അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാക്കി തരണം. ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞാ പോരാ, സാർ സമ്മതിക്കണം. ശരി. ഈ യൂണിയൻ തുടങ്ങിയാൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. ആശയ്ക്ക് അതൊരു വഴിയുണ്ട്. ഈ യൂണിയൻ ഉണ്ടാക്കാൻ പണച്ചെലവില്ലേ? ഒരു 100-500 രൂപയെങ്കിലും വേണം. 500 രൂപയോ? അതിപ്പോ എവിടെ നിന്നുണ്ടാക്കാനാ? കഞ്ഞിക്ക് അരി വാങ്ങാൻ കാശില്ല. കുഞ്ഞുങ്ങൾക്ക് പോലും വയറ് നിറച്ച ആഹാരം കൊടുക്കാനുള്ള വക ഇവിടെ ആരുടെയും കയ്യിലില്ല. ചേച്ചി, ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവരും കുറേശ്ശെ എന്തെങ്കിലും തന്നാൽ ഈ തുക നമുക്കുണ്ടാക്കാം. എടാ പത്രോസേ, നിനക്കൊരു ജോലി ഉണ്ടല്ലോ. ആദ്യം നീ എന്തെങ്കിലും തന്നാ പിന്നെ മറ്റുള്ളവരും തന്നോളൂ. എവിടെ നിന്ന് എടുത്തു തരാനാ? വള്ളം ഊന്നിയാ കിട്ടണത് 15 രൂപയാ. അതുകൊണ്ട് എത്ര വയറ് കഴിയണം? ആ, നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഉള്ളവർ വേണ്ടടാ ഇല്ലാത്തവരെ സഹായിക്കാൻ. എടാ മോനെ, വല്ലതും കൊടുക്കടാ. കരക്കാർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടാനല്ലേ. ഇരിക്കും. ഉള്ള സ്ഥലത്തൊക്കെ ആയിട്ട്. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അമ്മണി, ഞങ്ങൾ പിരിച്ചെടുത്തതാ. സാറ് പറഞ്ഞ തുകയുണ്ട്. യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ്. ആരാണ് സെക്രട്ടറി? പീറ്ററാണ് സാർ. ആ, പീറ്റർ ഇവിടെയൊക്കെ ഒന്ന് സൈൻ ചെയ്തു. ചേട്ടാ, ഞാനിപ്പോ വരാം. രണ്ടു മൂന്ന് പേർക്ക് ചായ ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ മുറിനിറച്ച ആളുണ്ടല്ലോ. പതുക്കെ പറ. ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കാൻ ഇവിടെ പാലും പഞ്ചസാരയും തികയില്ല. ശരി, എന്നാ വേണ്ട. ഒപ്പിട്ട് സാർ.
സർവ്വസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ നമ്മുടെ യൂണിയൻ രജിസ്റ്റർ ചെയ്യും.